ദുനിയാവിനെ കുറിച്ച് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, എത്ര തന്നെ കിട്ടിയാലും കോടാനുകോടി നമ്മുടെ കയ്യിൽ വന്നാലും ദുനിയ എന്ന് പറയുന്ന പദത്തിന്റെ തന്നെ അർത്ഥം ഹിയ ദുനിയ അഖല്ലു മിനൽ ഖലീലി. ചെറിയ വസ്തുക്കൾ ഏതൊക്കെയുണ്ടോ, നമ്മുടെ കണ്ണിൽപ്പെടാത്ത അമീബകളില്ലേ, ബാക്ടീരിയകളില്ലേ, ചെറിയ 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 അണുക്കളില്ലേ, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ആയിരക്കണക്കിന് ശക്തിയുള്ള വലിയ വലിയ മൈക്രോസ്കോപ്പുകൾ കൊണ്ട് മാത്രം നോക്കിക്കാണാൻ കഴിയുന്ന ചെറിയ ബാക്ടീരിയകളില്ലേ, അതിനേക്കാൾ ചെറുതാണ് ദുനിയാവെന്ന് പറയുന്നത്. എന്നാൽ ആ ചെറിയതിനെ ആലോചിച്ചു നോക്കൂ മഹാന്മാർ. ദുനിയാവിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ഉദാഹരിച്ചു തന്ന ഉദാഹരണത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ മുഅ്മിനേ. ഏറ്റവും ചെറുത്, ഏറ്റവും ചെറുത്, അതിനേക്കാൾ ചെറുത് വേറെ ഒന്നില്ല. അതിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ മത്സരിക്കുന്നവനോ, ഒരു ചെറിയ ഉറുമ്പിനെ കയ്യിലെടുക്കാൻ വേണ്ടി കൈ ഇങ്ങനെ പരത്തിക്കൊണ്ടുപോകുന്ന ഒരാളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ചെറിയ ഒരു പാറ്റയെ പിടിക്കാൻ, ഒരു ചെറിയ ഒരു പൂമ്പാറ്റയെ പിടിക്കാൻ വേണ്ടി കൈയൊന്നാകെ ഇങ്ങനെ വിടർത്തി പിടിച്ചു പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. അതുപോലെയാണ് ആ ദുനിയാവിനെ നേടിയെടുക്കാൻ വേണ്ടി ജീവിക്കുന്നവൻ, ദുനിയാവിനെ തേടിപ്പോകുന്നവൻ, ദുനിയാവ് വേണമെന്ന മോഹത്തോടുകൂടി അതിനു വേണ്ടി അധ്വാനിക്കുന്നവനെ സംബന്ധിച്ച് അവൻ ഏറ്റവും നിസ്സാരനാണ്, അവൻ ഏറ്റവും മന്ദനാണ്, അവൻ ഏറ്റവും ബുദ്ധിമാന്ദ്യമുള്ളവനാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുമ്പോ ഈ ദുനിയാവിന്റെ പ്രസക്തി, ദുനിയാവിന്റെ അവസ്ഥയാണ് നാം പഠിക്കേണ്ടത്. മാത്രമല്ല മഹാന്മാര് പ്രവചിച്ചത് ദുനിയാവെന്ന് പറയുന്നത് 3 ദിവസമേ ഉള്ളൂ. ദുനിയാവ് 3 ദിവസമേ ഉള്ളൂ. അകൽച്ചയുടെ അനന്തര ഫലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് മാനവകുലം അകന്നുകൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന്, ദൈവീകമായ കൽപ്പനകളിൽ നിന്ന്, അല്ലാഹുവിന്റെ ശാസനകളിൽ നിന്ന്, പടച്ച റബ്ബിന്റെ തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ ക്രമേണ അകന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ദുരന്ത ഫലങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോ, നാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ അതിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യത്തെ കുറിച്ചാണ് ഈ പ്രമേയത്തിലൂടെ, ഈ വാക്കുകളിലൂടെ നാം ശ്രദ്ധിക്കേണ്ടത്. ദുനിയാവെന്ന് പറയുന്നത് 3 ദിവസമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ ദിവസം ഏതാണ്? യൗമുൽ അംസി, ഇന്നലെ എന്ന് പറയുന്ന ദിവസമാണ്. ആലോചിക്കേണ്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ദുനിയാവെന്ന് പറയുന്നത് വെറും 3 ദിവസമാണ്. ഒന്നാമത്തേത് യൗമുൽ അംസി, ഇന്നലെ എന്ന് പറയുന്ന ദിവസമാണ്. പക്ഷേ അത് പറഞ്ഞു വെച്ചുകൊണ്ട് മഹാന്മാർ വലിയ ഒരു സന്ദേശം കൈത്തരുകയാണ്. എന്താണ് ആ സന്ദേശം? പക്ഷേ ഇന്നലെ എന്ന് പറയുന്ന ദുനിയാവിന്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ നിന്ന് ഒരൽപ്പം പോലും നിന്റെ കയ്യിൽ നിന്നില്ലല്ലോ, ഒരു ലേശം പോലും നിന്റെ കയ്യിൽ ബാക്കിയില്ലല്ലോ. ദുനിയാവാണ് ഒന്നാമത്തെ, ദുനിയാവിലെ ഒന്നാമത്തെ ഘട്ടം ഇന്നലെ എന്ന് പറയുന്ന ദിവസമാണെങ്കിൽ അതിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും കൈവശം ബാക്കിയില്ല. ആലോചിക്കേണ്ടതല്ലേ, ചിന്തിക്കേണ്ടതല്ലേ നാം? ഇന്നലെ എന്ന് പറയുന്ന ദിവസം കഴിഞ്ഞു പോയി. ഒരു ദിവസം 24 മണിക്കൂറാണ്. വല്ലപ്പോഴും നമ്മൾ ആലോചിച്ച ഒരു ദിവസത്തെ കുറിച്ച് എന്താണ് ഒരു ദിവസം എന്ന് പറയുന്നത്? വല്ലപ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് 24 മണിക്കൂറുണ്ട് നമുക്കൊക്കെ അറിയാം. 24 മണിക്കൂറുണ്ട് നമുക്കൊക്കെ അറിയാം. ഒരു ദിവസം രാവും പകലുമായി 24 മണിക്കൂർ. അത് വലിയതാണെന്ന് തോന്നുന്നു. 24 മണിക്കൂർ എന്ന് പറയുമ്പോ കുറെ സമയമുണ്ട്. പക്ഷേ 24 മണിക്കൂറിനെ ഒന്ന്
താമസിച്ചു നോക്കിയാൽ ഒരു സെക്കൻഡ് എത്ര വേഗതയിലാണ് പാഞ്ഞു പോകുന്നത്, ഒരു സെക്കൻഡ് എത്ര വേഗതയിലാണ് പാഞ്ഞു പോകുന്നത്. ഈ ദുനിയാവിൽ സ്പീഡ്, ദുനിയാവിന്റെ സ്പീഡ് അളക്കാൻ, ഈ ദുനിയാവിന്റെ പെട്ടെന്നുള്ള ധൃതിയിലുള്ള പോക്കളക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ മണിക്കൂറിലേക്കല്ല നോക്കേണ്ടത്. നമ്മുടെ കയ്യിൽ കിടക്കുന്ന, നമ്മുടെ വീടിന്റെ ചുമരുകളിൽ കിടക്കുന്ന, അല്ലെങ്കിൽ നാം പലയിടങ്ങളിലും കാണുന്ന ക്ലോക്കിൽ ഒരു സെക്കൻഡ് ഒന്നും അറിയുമ്പോ നോക്കുക, എത്ര സെക്കൻഡാണ് ഒരു ദിവസത്തിലുള്ളത്, എത്ര സെക്കൻഡാണ് ഒരു ദിവസത്തിലുള്ളത്. അതിനൊരുപാട് പഠിക്കേണ്ട ആവശ്യമില്ല. 86,400 സെക്കൻഡുകൾ, 86,400 സെക്കൻഡുകൾ അതൊരുമിച്ച് കൂടുമ്പോ 1440 മിനിറ്റുകളാകുന്നു. 1440 മിനിറ്റുകൾ ഒരുമിച്ച് കൂടുമ്പോ 24 മണിക്കൂറാകുന്നു. ഒരു ദിവസം പിന്നിടുന്നു. ഇന്നലെ എന്ന് പറയുന്ന ദിവസത്തിൽ ഈ മിനിറ്റുകൾ കടന്നുപോയി, ഈ മണിക്കൂറുകൾ കടന്നുപോയി, ഈ സെക്കൻഡുകൾ കടന്നുപോയി. പക്ഷേ ഒരു സെക്കൻഡ് പോലും 86,400 സെക്കൻഡിൽ ഒരു സെക്കൻഡ് പോലും നമ്മുടെ കൈവശം നിന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുന്നു, ഒന്ന് ആലോചിച്ചു നോക്ക്, ഒന്ന് വളരെ നല്ല രീതിയിൽ ഈ ദുനിയാവിന്റെ അവസ്ഥയെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ, നാം ജീവിക്കുന്ന ഈ കാലഗതിയെ കുറിച്ചൊന്ന് ഓർക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ചിന്തിച്ചു നോക്ക്. ഇനിയോ മഹാന്മാര് പറയുന്നു, രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് നാളത്തെ ദിവസമാണ്. ആശ്വസിക്കാൻ വകയുണ്ട്, നാളെ വരാൻ പോകുന്നേയുള്ളൂ, നമുക്ക് ആശ്വസിക്കാൻ വിധമുണ്ട്. പക്ഷേ മഹാന്മാര് ചോദിക്കുന്നു, അതുദ്രിക്കുഹു അംലാ